ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം തുടങ്ങിയെടുത്തുനിന്നാട്ടോ ഇന്ന് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇനി നമ്മൾ പോകാൻ പോകുന്നത് കുറച്ച് മീനുകളെ പരിചയപ്പെടാം കേട്ടോ. ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള അലങ്കാര മത്സ്യങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. അതിൻ്റെ പേരുകളും വിവരണങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല കേട്ടോ. നമ്മൾ കണ്ണിൽ കാണുന്ന പോലെ അല്ലല്ലോ ഫോണിൽ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി വന്ന് സന്ദർശിക്കുക കേട്ടോ. കണ്ടപ്പോൾ ശരിക്കും ഉള്ളത് തോന്നിയില്ലേ? എന്നാൽ ശരിക്കും ഉള്ളതല്ല കേട്ടോ. ഇതാ അവിടെ വേറൊരാൾ കുഴയുണ്ട്. ഇതെല്ലാം ഈ കുളത്തിന് ചുറ്റും ചെയ്തു വെച്ചേക്കണ ശില്പങ്ങളാട്ടോ. ഇതാണ് ആ കുളം. ആ കുളത്തിൻ്റെ നടുക്കൊരു ചെടിയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ അതുപോലത്തെ ഒരുപാട് മീനുകളുണ്ട് കേട്ടോ. അതിനെയൊക്കെ മാറ്റിയെന്ന് തോന്നുന്നു. ഇതാ ഒരു വലിയ ഒരാളെ കണ്ടോ? വെള്ളത്തിൻ്റെ അതിൻ്റെ നിറമൊന്നും കാരണം കാണാം. ഇതേ ഒരാളെ കണ്ടോ? ഇവിടുത്തെ നിത്യസന്ദർശകനാണെന്നാ തോന്നുന്നത്. കാലിന് എന്തോ കുഴപ്പമുണ്ട്. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ നേരെ പോയത് ആ ടീ ഷോപ്പിലേക്കാട്ടോ. നല്ല ചൂടായ കാരണം കൊണ്ട് ഒരു ഐസ്ക്രീം കഴിക്കാമെന്ന് വെച്ചു. ഇവിടെ പുട്ട്, അപ്പം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ. അവിടെ ഇനി പ്രത്യേകിച്ച് വേറെ ഒന്നും കാണാനില്ല. ഇനി നമ്മൾ നേരെ പോകുന്നത് ഇവിടുത്തെ ബട്ടർഫ്ലൈ പാർക്കിലേക്കാണ് കേട്ടോ. ഇതാ കാണുന്നത് ഇല്ലി കൊണ്ടുണ്ടാക്കിയ ഈ കിളിക്കൂടിൻ്റെ ഷേപ്പിലുള്ളൊരു ഇരിപ്പിടാട്ടോ. ഈ തൂക്കണാങ്കുരുവിയുടെ ഒക്കെ കൂടില്ലേ, അതുപോലെ. അപ്പം ഫാമിലിയും ഫ്രണ്ട്സുമായിട്ട് വരുന്നവർക്കൊക്കെ സമയം സ്പെൻഡ് ചെയ്യാൻ ഇതിലും നല്ലൊരു സ്ഥലം കിട്ടില്ല കേട്ടോ. അവിടെ തന്നെയായിട്ട് കുറേ വൃക്ഷങ്ങളും ആ വൃക്ഷങ്ങളുടെ പേരുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ.
അപ്പം നമുക്കിനി ബട്ടർഫ്ലൈ പാർക്കിലേക്ക് പോകാം. ഇതാ കാണുന്നതാണ് ബട്ടർഫ്ലൈ പാർക്ക്. അതിൻ്റെ തൊട്ടപ്പുറം കാണുന്നത് നക്ഷത്രവനം ആട്ടോ. നക്ഷത്രവനം എന്ന് പറഞ്ഞാൽ ഈ ജന്മ നക്ഷത്ര വൃക്ഷങ്ങളാണ് അവിടെ. നക്ഷത്രവനത്തെ പറ്റി ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കണ്ടതേ 2 പൂമ്പാറ്റകൾ പറക്കുന്നതാട്ടോ. നല്ല ഭംഗിയുള്ള ഒരു പൂച്ചെടി കേട്ടോ ഇത്. ഇതിങ്ങനെ ഒരുപാട് വള്ളി പോലെ ഉണ്ടാവും. ഈ പ്രാവശ്യം വന്നപ്പോൾ പൂക്കൾ കുറവാട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കാണാൻ വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് പൂക്കളുണ്ടായിരുന്നു. ഇതാ ഇവിടെ ഒരു കുളമുണ്ട്. അപ്പോൾ ഇതാണ് ബട്ടർഫ്ലൈ മ്യൂസിയം. നമുക്കിതിൻ്റെ അകത്ത് എന്താ ഉള്ളതെന്ന് നോക്കാം. പല സ്ഥലങ്ങളിലായിട്ട് ഇതുപോലെ ഒരു കല്ല് കൊടുത്തിട്ട് ചിത്രശലഭത്തിൻ്റെ ചിത്രം കുത്തിവെച്ച് പേരെഴുതിയിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ ആ ഭാഗത്ത് ആ ചിത്രശലഭങ്ങളായിരിക്കും വരുന്നത്. അത് തേൻ നുകരണ പൂക്കളായിരിക്കും അവിടെ നട്ടുപിടിപ്പിച്ചേക്കുന്നത്. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ. എനിക്ക് അങ്ങനെയാണെന്നാണ് തോന്നുന്നത്. ഇതാ കാണുന്ന കവാടം കണ്ടോ? അതിൽ നിറച്ച് അതുപോലത്തെ പൂക്കളുണ്ടാവും കേട്ടോ. എന്നിട്ട് ഇങ്ങനെ പൊതിഞ്ഞ് നിൽക്കും. നല്ല ഭംഗിയാണ് കാണാൻ. ഇപ്പോൾ ഇതിൽ പൂക്കൾ കുറവാണ്. ഞാൻ പറഞ്ഞില്ലേ ഈ പ്രാവശ്യം പൂക്കൾ കുറവാന്ന്. കണ്ടോ എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ കാണാൻ. അതിങ്ങനെ നിറച്ചുണ്ടായി ഇങ്ങനെ ആ ഇലകൾ പൊതിഞ്ഞ് നിൽക്കും. നല്ല ഭംഗിയാണ് കാണാൻ. ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള പൂച്ചെടികൾ ഇവിടെ കാണാൻ സാധിച്ചു കേട്ടോ.
ഇതാ കാണുന്നിടത്ത് ഇരിക്കാനുള്ളൊരു ഇരിപ്പിടം ഉണ്ട് കേട്ടോ. പണ്ട് ഞങ്ങൾ ഇതേപോലെ ഒരു ദിവസം ഇവിടെ വന്നപ്പോൾ അവിടെ ഒരു സായിപ്പ് ഇരിപ്പുണ്ടായിരുന്നു. പണ്ട് അദ്ദേഹത്തിൻ്റെ ഫോട്ടോയൊക്കെ എടുത്തതാട്ടോ. ഇതാ ഇതൊരു മീൻ കുളമാണ്. അതിലിപ്പോൾ മീനെയൊന്നും കണ്ടില്ല, അത് കാരണം നമ്മൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ബൈ.